ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവർക്കിടയിൽ അന്വേഷിക്കുന്നത് എന്തിന്? അവൻ ഉയർത്തെഴുന്നേറ്റു. ദൈവത്തിന് സ്തുതി. പ്രിയപ്പെട്ടവരെ, ഉയർപ്പ് തിരുനാളിൻ്റെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും നേരുന്നു. പ്രിയപ്പെട്ടവരുടെ കല്ലറയ്ക്ക് മുകളിൽ നാം ചില വാചകങ്ങൾ എഴുതി വയ്ക്കാറുണ്ട്. പ്രത്യാശ നിറഞ്ഞ ദൈവവചനങ്ങളോ മരണം മൂലം വേർപെട്ടു പോയ വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകളോ ഒക്കെയാണ് അങ്ങനെ രേഖപ്പെടുത്താറുള്ളത്. ഈ ദിവസങ്ങളിൽ ഞാൻ വായിച്ചു, ചില സ്ഥലങ്ങളിൽ പ്രിയപ്പെട്ടവരുടെ കല്ലറയ്ക്ക് മുകളിൽ ഒരു QR കോഡ് രേഖപ്പെടുത്തുന്ന രീതിയൊക്കെ ചിലയിടങ്ങളിൽ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ആ QR കോഡ് വായിക്കാം. അപ്പോൾ അതൊരു വെബ്സൈറ്റിലേക്ക് നിങ്ങളെ നയിക്കും. അവിടെ മരിച്ചുപോയവരെക്കുറിച്ചുള്ള ഓർമ്മകൾ, ചിത്രങ്ങൾ, വീഡിയോകളൊക്കെ ഉണ്ടാവും. മരിച്ചവരെ ഓർമ്മിക്കാനുള്ള ഒരു വഴി. ഇത് വായിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തത്, കല്ലറയ്ക്ക് മുൻപിൽ അനാഥരായി കാത്തു നിൽക്കുന്ന അവൻ്റെ ശിഷ്യരും പ്രിയപ്പെട്ടവരും അടങ്ങുന്ന പുതിയ നിയമത്തിലെ ആ ചിത്രമാണ്. ഈശോയുടെ കല്ലറയ്ക്ക് ചുറ്റും കാത്തു നിൽക്കുന്ന പ്രിയപ്പെട്ടവർ. യേശുവിൻ്റെ കല്ലറയ്ക്ക് മുകളിൽ എഴുതാൻ പറ്റിയ ആ വാക്യം എന്താകും? അതിങ്ങനെയാകും: ടു ബി ബ്രോക്കൺ സൂൺ. ഉടനെ തകരാനുള്ളതാണ്, തകർക്കപ്പെടാനുള്ളതാണ്. രാജാവിൻ്റെ മുദ്രമോതിരം കൊണ്ട് കല്ലറ അടച്ചു വെച്ചപ്പോൾ ലോകം കരുതി, കാലം കരുതി അതവൻ്റെ അവസാനമാണെന്ന്. ഇല്ല, അവൻ കല്ലറയെ ഭേദിച്ചു, മരണത്തെ ഭേദിച്ചു. ഈശോ ഉദ്ധാനം ചെയ്തപ്പോൾ അവൻ ഇന്നും ജീവിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പ് തരികയാണ്. 2000-ലേറെ വർഷങ്ങൾക്ക് മുൻപ് അവൻ ഉദ്ധാനം ചെയ്തു എന്ന് പറഞ്ഞാൽ അവൻ ഇനി എന്നും ജീവനുള്ളവനാണ്, നമ്മോട് കൂടെയുണ്ട് എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ കരം പിടിച്ചാൽ ഒരു കല്ലറയും നമ്മുടെ അവസാനമല്ല എന്നാണ് ഏറ്റവും മനോഹരമായ ആ വാഗ്ദാനം. ചില പ്രതിസന്ധികൾ വരുമ്പോൾ നാം വിചാരിക്കും ഈ ഇരുട്ടിൽ നാം അവസാനിക്കുമെന്ന്. അങ്ങനെയല്ല. ഒരു രോഗം വരുമ്പോൾ, ഒരു തകർച്ച വരുമ്പോൾ നമുക്ക് തോന്നും ഇതിനപ്പുറത്തേക്ക് നമുക്കൊരു പ്രകാശത്തിൻ്റെ സാധ്യതയില്ല എന്ന്. എന്നാൽ ഉദ്ധാനം ചെയ്ത ഈശോ നമ്മോട് പറയുന്നത് എല്ലാ കല്ലറകളും തകർക്കപ്പെടാനുള്ളതാണ്. ഏതുതരം ബന്ധനങ്ങളോ പ്രതിസന്ധികളോ ആകട്ടെ, നമുക്ക് അതിനെ മറികടക്കാൻ പറ്റും ഉദ്ധാനം ചെയ്ത യേശുവിൻ്റെ കരം പിടിച്ച. ഒരു പ്രത്യാശ ഉണ്ടാവട്ടെ. ഒന്നുകൂടി നമ്മൾ ധ്യാനിക്കണം. അവൻ ഉദ്ധാനം ചെയ്തപ്പോൾ അവനെക്കുറിച്ച് പറഞ്ഞ എല്ലാ നുണകളും തകർക്കപ്പെട്ടു. യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്ത് അവനെ തോൽപ്പിക്കാൻ, അവനെ തകർക്കാൻ വാസ്തവവിരുദ്ധമായ എന്തെല്ലാം പ്രസ്താവനകൾ വായുവിൽ ഉയർന്നിട്ടുണ്ടാകും, അന്തരീക്ഷത്തിൽ ഉയർന്നിട്ടുണ്ടാവും. അവനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, അവനെതിരെ ദുരാരോപണങ്ങൾ നടത്തിയിട്ടുണ്ട്, അവനെതിരെ നുണകൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ആ കല്ലറ പൊളിഞ്ഞപ്പോൾ നുണകളും പൊളിഞ്ഞു, സത്യം ഉയർത്തെഴുന്നേറ്റു. ഈശോ മിശിഹ ആണ് എന്ന സത്യം ആരൊക്കെ എതിർത്തെങ്കിലും അതിനെ തടഞ്ഞു വയ്ക്കാനാവില്ല. ഈസ്റ്റർ, ഉയർപ്പ് തിരുനാൾ സത്യത്തിൻ്റെ ആഘോഷമാണ്. നമുക്ക് സത്യത്തെ വേണമോ എന്നതാണ് ചോദ്യം. ഈ ദിവസങ്ങളിൽ ഞാൻ വായിച്ചു പോയ ഒരു ചെറിയ കുറിപ്പ് നിങ്ങളോട് പങ്കുവയ്ക്കേണ്ടതുണ്ട്. വളരെ പ്രശസ്തമായൊരു പുസ്തകം, സാൻ മിഷേലിൻ്റെ കഥ എന്ന ഒരു ആത്മകഥാകുറിപ്പുകളാണ്. ആക്സൽ മുന്ദ്രെ എഴുതിയ ഒരു കുറിപ്പുകളാണത്. ഒരു ഡോക്ടർ, പാരീസിലും റോമിലുമൊക്കെ ജോലി ചെയ്ത ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കുറിപ്പുകൾക്കുള്ളിൽ പറയുന്ന ഒരു സംഭവം നമ്മുടെ ഈ കാലത്ത് വളരെ പ്രസക്തമാണ്. പാരീസിൽ ഒരുപാട് ഡോക്ടർമാരുണ്ട്. ഈ അലക്സ് മുന്ദ്രയും അവിടെ ജോലി ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ തെരുവിൽ വളരെ പ്രശസ്തനായ മറ്റൊരു ഡോക്ടറും ജോലി ചെയ്യുന്നുണ്ട്. അയാൾക്ക് ഒരുപാട് രോഗികൾ, ഒരുപാട് പണം, പ്രശസ്തി. പായിടയ്ക്ക് ഒരു വാർത്ത പരക്കുന്നു, പാരീസിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കുടിയേറി വന്ന ഒത്തിരി ഡോക്ടർമാർ വ്യാജന്മാരാണ്, അവർക്ക് കൃത്യമായ ഡിഗ്രികളില്ല എന്നൊരു വാർത്ത പരക്കുന്നു. അന്വേഷണങ്ങൾ ഉണ്ടാകുന്നു. എല്ലാ ഡോക്ടർമാരും അവരുടെ ബിരുദ പത്രം പോലീസ് സ്റ്റേഷനിൽ കാണിക്കണം എന്നൊരു നിർദ്ദേശം ഉണ്ടാകുന്നു. ഇപ്പോൾ അലക്സ് മുന്ദ്രെ വിചാരിക്കുന്നു തൻ്റെ തെരുവിലുള്ള ആ ഡോക്ടർ ചിലപ്പോൾ വ്യാജനായിരിക്കും. കേസുകൾ അന്വേഷിക്കുന്ന പോലീസ് കമ്മീഷണർ ഈ അലക്സ് മുന്ദ്രയോട് പറയുന്നുണ്ട്,
അയാൾ വ്യാജനാണ്, ഞാൻ അയാളെ പൂട്ടും, അറസ്റ്റ് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ അലക്സ് ചെറിയൊരു സന്തോഷമുണ്ട്. ഈ വ്യാജനെ പൂട്ടിയാൽ കുറച്ചുകൂടി രോഗികൾ തനിക്ക് കിട്ടുമല്ലോ എന്നതാണ് വാസ്തവം. ഒരാഴ്ച കഴിയുമ്പോൾ ഈ പോലീസ് കമ്മീഷണർ അലക്സ് മുന്ദ്ര എന്ന ഡോക്ടറെ അടുത്ത് വന്നിട്ട് പറയുന്നു, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അയാൾ വ്യാജനല്ല, അയാൾ പ്രശസ്തമായൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MD കഴിഞ്ഞ ആളാണ്, മെഡിക്കൽ സയൻസിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞ ആളാണ്, രേഖകൾ എന്നെ കാണിച്ചു. എന്നിട്ട് അയാൾ എന്നോട് വളരെ വിചിത്രമായ ഒരു ആവശ്യവും ഉന്നയിച്ചു. പോലീസ് കമ്മീഷണർ പറയുകയാണ്, അയാൾ എന്നോട് പറഞ്ഞു, എൻ്റെ ഡിഗ്രി യഥാർത്ഥത്തിലുള്ളതാണ്, ഒറിജിനലാണ് എന്ന് ആരോടും പറയരുത്. ഞാൻ ആദ്യകാലത്ത് എനിക്ക് രോഗികളെ കിട്ടാതിരുന്നപ്പോൾ ഞാൻ തന്നെ ഒരു വാർത്ത പറഞ്ഞു പരത്തി, ഞാനൊരു വ്യാജനാണ്, വ്യാജ ഡോക്ടറാണ്. അപ്പോൾ ആളുകൾക്ക് വ്യാജ ഡോക്ടറിനെയാണ് യഥാർത്ഥത്തിലുള്ള ഡോക്ടർമാരേക്കാൾ വിശ്വാസം. അതുകൊണ്ട് എൻ്റെ ഈ സർട്ടിഫിക്കറ്റുകൾ, ഡിഗ്രികൾ ഒറിജിനലാണെന്ന് ആരോടും പറയരുത്, ഞാൻ വ്യാജനാണെന്ന വാർത്ത പറഞ്ഞോട്ടെ. ആളുകൾക്ക് സത്യത്തേക്കാൾ ഇഷ്ടം, താല്പര്യം വ്യാജന്മാരോടും നുണ പറയുന്നവരോടുമാണ്. ഈ ഉയർപ്പ് കാലത്ത് ഇതത്ര അപ്രസക്തമായൊരു കുറിപ്പോ കഥയോ അല്ല. ഒരുപാട് ആളുകൾക്ക് സത്യമെന്തെന്നറിയേണ്ടതില്ല. കേൾക്കാൻ ഇഷ്ടമുള്ള നുണകളുടെ പിന്നാലെയാണ് ആളുകളുടെ യാത്ര. സത്യമെന്തെന്ന് അന്വേഷിക്കാൻ പോലും ആളുകൾക്ക് താല്പര്യമില്ലാത്ത ഒരു കാലമാണ് നമ്മുടെ ചുറ്റും. ഈശോ അത്ഭുത പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് അവൻ ക്രിസ്തുവാണോ എന്നന്വേഷിക്കാനുള്ള ഒരുപാട് വഴികളുണ്ട്. കൂടുതൽ പേരും തിരഞ്ഞെടുത്തത് അന്വേഷണം വേണ്ട എന്നുള്ള ഒരു വഴിയാണ്, എളുപ്പമുള്ള വഴി. ആളുകൾ പറഞ്ഞത് കേട്ട് വിശ്വസിച്ചു പോയി. ഈസ്റ്റർ നമ്മളോട് പറയുന്നത് സത്യമേത് നുണയേത് എന്ന് തിരിച്ചറിയാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകണം. സത്യം ഉയർത്തെഴുന്നേൽക്കണം. വ്യാജം, നുണ, അസത്യം അവയെല്ലാം പരാജയപ്പെടണം. അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ ഇടപെടലുകളിലും സമൂഹങ്ങളിലുമൊക്കെ സത്യം ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു കാലമുണ്ടാകട്ടെ. ഈ 2 ധ്യാനചിന്തകൾ നമുക്ക് സൂക്ഷിക്കാം. 1, കല്ലറകൾ ഒന്നിൻ്റെയും അവസാനമല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ്റെ ശക്തിയിൽ നമ്മളും ഉയർത്തെഴുന്നേൽക്കും. 2, സത്യങ്ങൾ ഉയർത്തെഴുന്നേൽക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈസ്റ്ററിൻ്റെ അനുഗ്രഹങ്ങൾ നേരുന്നു.